2 വർഷങ്ങൾക്ക് മുമ്പ് 75-ാം വാർഷികം തമിഴ്നാട്ടിൽ ഇവിടെ നേരത്തെ കുഞ്ഞാലി സാഹിബും സലാം സാഹിബൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായ 1948 മാർച്ച് 10 രൂപീകൃതമായ മദ്രാസിലെ രാജാജി ഹാളിൽ തന്നെ നമ്മൾ നമ്മുടെ 7.5 പതിറ്റാണ്ട് തികച്ച ആ ഒരു വാർഷിക ആഘോഷം വിപുലമായി 2-3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന പരിപാടികളോടെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ 77ൻ്റെ നിറവിലാണ്. രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണഘടന തന്നെ പറയുന്ന രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. രാജ്യത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ പിന്നോക്ക സമൂഹങ്ങളുടെ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും സാമൂഹ്യവും സാംസ്കാരികവും പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുക എന്നുള്ളതും രണ്ടും ഒരേ പ്രാധാന്യത്തോടെയാണ്. രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് രണ്ടും തുല്യ പ്രാധാന്യത്തോടെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രം കടന്നുപോയ ദശാസന്ധികളിലൊക്കെയും മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടന ഉണ്ടാക്കുന്നതിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. ഇന്ന് പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന പലരുണ്ടല്ലോ, അവരൊക്കെ മുസ്ലിം ലീഗ് ഇവിടെ നിന്നൊക്കെ വന്ന പാർട്ടിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികളിൽ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഉണ്ടായിരുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് രാജ്യം കടന്നുപോയ ഓരോ ദശാസന്ധികളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാജ്യം ഒരുപാട് വളർന്നു. വിദ്യാഭ്യാസവും സാമൂഹ്യവും സാംസ്കാരികവും വാണിജ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇന്ത്യ ഒരുപാട് വളർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആ പ്രായത്തോടൊപ്പം തന്നെയാണല്ലോ രാജ്യത്തിൻ്റെ പ്രായവും. 1947 രാജ്യം സ്വതന്ത്ര ഭാരതം ഉണ്ടായി. 48 മുസ്ലിം ലീഗും ഉണ്ടായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉണ്ടായി. അവ രണ്ടും പരസ്പര പൂരകമാണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ ഒഴിച്ചു നിർത്തി ഇന്ത്യക്കൊരു വളർച്ച ഉണ്ടാവില്ല. ഇന്ത്യയെ മാറ്റിവെച്ച് മുസ്ലിം ലീഗും വളരുകയില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സത്യസന്ധവും മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ചും കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മതബോധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളെയും മുസ്ലിം ലീഗ് വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ്. ബഹുസ്വര സമൂഹത്തിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എല്ലാവർക്കും മാതൃക കാണിക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ വിവിധ മതങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണല്ലോ. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു. അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും ഓരോ ജാതിയും മതവും വിഭാഗങ്ങളും അതുപോലെ പ്രത്യയശാസ്ത്രമായിട്ടുള്ള വ്യത്യസ്തതകളും ഇതൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോഴും ബഹുസ്വര സമൂഹത്തിന് മുമ്പിലെത്തുമ്പോൾ അവിടെ പല വിട്ടുവീഴ്ചകളും നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ആ വിട്ടുവീഴ്ചകൾ എന്നത് നമ്മുടെ മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, നമ്മുടെ മൂല്യങ്ങളെ മതപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതര സമൂഹങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരവും സ്വാതന്ത്ര്യവും അവർക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളത്, അതാണല്ലോ മതേതരത്വം. ആ രംഗത്ത് മറ്റാരെക്കാളും മാതൃകയാകുവാൻ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം.
അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല. ആയുധമില്ലത്തിന് ശേഷം മഹാനായ ബാഫിതങ്ങളാകട്ടെ, ശിഹാബിതങ്ങളാകട്ടെ, മറ്റ് നേതാക്കളാകട്ടെ, അവരാരും തന്നെ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നയിച്ചത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗൈഡൻസ്. അതാണ് ആ ഗൈഡൻസ്. അതിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം പിന്നിടുന്നതോടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് 7.5 പതിറ്റാണ്ടിൻ്റെ നിറവിലാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ്, അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ആയുധമില്ലത്തിന് മുമ്പിൽ ഒരു മാതൃക ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വിശാലമായ ഇന്ത്യ രാജ്യം, അതുപോലെ തന്നെ ദുർഭരമായ ജനസംഖ്യകൾ കൊണ്ട് വീണ്ടും വീർപ്പുമുട്ടുന്ന ഒരു രാജ്യം. ആ രാജ്യത്താണ് അവിടെ കേവലം ന്യൂനപക്ഷമായ ഒരു സമൂഹം പൊളിറ്റിക്കലായി ഓർഗനൈസ്ഡ് ആവണം എന്ന് മഹാനായ ഖായിദ് സാഹിബും സീദി സാഹിബും ഒക്കെ തീരുമാനിച്ചു. അവിടെയാണ് അവർക്കൊരു മാതൃക ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുവരെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു കരുത്തിലാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എന്ന് നമുക്കറിയാം. ദേശീയ പ്രസ്ഥാനം ആശയ നിർഭരമായിരുന്നു, നേതാക്കളാൽ സമ്പന്നമായിരുന്നു. മഹാനായ മഹാത്മജി തുടങ്ങി ഇന്ത്യയുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആ ഒരു വലിയ നേതൃമഹിമ, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. അത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വതന്ത്ര ഭാരതത്തിൽ തുടർന്നും ആ നേട്ടങ്ങൾ ഇവിടെ നിലനിൽക്കണം. ഈ രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന നന്മകൾ അതെല്ലാവർക്കും അത് ആസ്വദിക്കുവാൻ സാധിക്കണം. മഹാത്മജിയുടെയും നെഹ്റുവിൻ്റെയും കാഴ്ചപ്പാടിലുള്ള ഇന്ത്യ അത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഇന്ത്യയാണ്. എല്ലാവർക്കും സുഭിക്ഷത കൈവരിക്കാവുന്ന ഇന്ത്യയാണ്. എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്ന ഇന്ത്യയാണ്. പക്ഷെ അത് തുടർന്നും അവരുടെ കാലശേഷവും അത് രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥത നിറഞ്ഞ ഒരു ചിന്തയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചിന്തയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലൂടെ മഹാനായ ഖായിദ് മില്ലത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. മഹാത്മജിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന ആ മതേതര വിശ്വാസങ്ങളും അതൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കണം. അവിടെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ എന്നുള്ള വിഭാഗീയതയിൽ ഭൂരിപക്ഷമെന്ന ആ വലിയ മലവെള്ളപ്പാച്ചിലിൽ ന്യൂനപക്ഷമെന്ന ആ ചെറിയ അരുവികൾ ഇല്ലാതായിക്കൂടാ എന്ന് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ചിന്തയിൽ ഉണർന്നു. അപ്പം അതിനുവേണ്ടി രാഷ്ട്രീയമായിട്ട് ന്യൂനപക്ഷങ്ങൾ സംഘടിക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. ന്യൂനപക്ഷങ്ങൾ വെറുതെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടായില്ല. അവരുടെ ആവശ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ അലയൊലി ഉയർത്തണം എന്ന ദിശാബോധത്തോടെയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഖായിദ് മില്ലത്തിൻ്റെയും സീദി സാഹിബിൻ്റെയും ഒക്കെ ആശയങ്ങൾ, അതിന് നമ്മൾ രാഷ്ട്രീയമായി ശക്തി പ്രാപിക്കണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. ആ ഒരു മുന്നേറ്റം 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നമ്മളത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു.
രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇതിനിടക്ക് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ പലരും പല പാർട്ടികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്ക് എവിടെ പോയി എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് ഈ ഹരിത പതാക, ആ ഹരിത പതാക ഇന്നും വാനിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ന്യൂനപക്ഷങ്ങൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, അവർക്കൊക്കെ തണലും തണുപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഹരിത പതാക നിലനിൽക്കുന്നത്. അതതിൻ്റെ ആശയപരമായ സത്യസന്ധത കൊണ്ട് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളത് വേട്ടയാടപ്പെടാനുള്ളതല്ല എന്നാണ് അവർ പഠിപ്പിച്ചു തന്നത്. ലോകത്തെ പല രാജ്യങ്ങൾക്കും ചുവട് പിഴച്ച അതാണ്. ലോകത്തെ പല രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്ക് ചുവട് പിഴച്ചു പോയി. കാരണം അവർ വെറും വേട്ടയാടാൻ നിന്നുകൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. വേട്ടയാടാൻ വരുന്നവരുടെ മുമ്പിൽ ഇരകളായി മാത്രം അവർ നിന്നുകൊടുത്തു. അവിടെ ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങളിൽ ശബ്ദമുയർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ആരോ കൊടുക്കുന്ന പഴകിയ തോക്കുകളും ആയുധങ്ങളും മാത്രമായിരുന്നു അവർക്ക് പിൻബലം. ഭരണകൂടങ്ങളുടെ ആധുനികമായിട്ടുള്ള ആയുധക്കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ ന്യൂനപക്ഷങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന പഴകിയ ആയുധങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം വേട്ടയാടപ്പെട്ടത്. അവർക്ക് ശബ്ദമില്ലാതെ പോയത് അതുകൊണ്ടാണ്. അവിടെയാണ് ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രാഷ്ട്രീയമായി അവരെ ശാക്തീകരിക്കുവാൻ തയ്യാറായത്. അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയല്ല ഇത്, ജനാധിപത്യത്തിൻ്റെ ആയുധം. ആ ആയുധം ന്യൂനപക്ഷങ്ങൾ വിനിയോഗിക്കണം എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലോകത്ത് മുഴുവനും ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പാഠമാണത്. ഇന്ത്യയിൽ മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ ആയുധത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കണം. നമ്മുടെ ശബ്ദങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളിൽ പ്രതിഫലിപ്പിക്കണം. ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അത് വിജയകരമായി നടപ്പാക്കി തന്നു എന്നുള്ളതിൻ്റെ 77ാം വാർഷികത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരുപാട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി ഒക്കെ നമുക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. ആരുടെയും അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടൊന്നുമല്ല. അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് നിലയുറപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രമാണല്ലോ. വെറും പഞ്ചായത്ത് മെമ്പറിൽ നിന്നും മുഖ്യമന്ത്രിയാകുവാൻ നമുക്ക് സാധിച്ചു, കേന്ദ്രമന്ത്രിയാകുവാൻ നമുക്ക് സാധിച്ചു. അധികാര കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സ്വാധീനം മറ്റ് കക്ഷികളോടൊപ്പം തന്നെ നമുക്ക് നിലനിർത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളെ മാടി വിളിക്കുകയാണ്, ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ വരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുമല്ലോ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സ്വപ്നം ന്യൂനപക്ഷ പിന്നോക്ക സമൂഹങ്ങളുടെ ഭാവിയാണ്. അവരുടെ ശോഭനമായ ഭാവിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വപ്നം. ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ചരിത്രമാണ് നമ്മുടെ അധ്യാപകൻ, അനുഭവങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ അധ്യാപകൻ. ആ അനുഭവങ്ങൾ വെച്ച പാഠത്തിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. സ്വപ്നം കാണുന്നവർക്ക് സ്വപ്നം കണ്ടുകൊള്ളൂ. മുസ്ലിം ലീഗിൻ്റെ സ്വപ്നങ്ങളുണ്ട്. ആരും വിമർശിക്കാനൊന്നുമല്ലേ, നോമ്പോറ്റ് കണ്ടപ്പോൾ ആരും പ്രയാസപ്പെടുത്താൻ പറയല്ല. എല്ലാവർക്കും ശുഭകരമായ കാര്യങ്ങളുണ്ടാവട്ടെ. ഇന്നിപ്പോൾ ഞാൻ കുഞ്ചുകുറുപ്പ് നോക്കിയപ്പോഴേ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഴുവനും അതിലുണ്ടായിരുന്നു. ഇന്നലത്തെ രാഷ്ട്രീയം ഉണ്ടല്ലോ, 2-3 ദിവസങ്ങൾ കൊല്ലത്തൊക്കെ നടക്കുന്ന രാഷ്ട്രീയം. കുഞ്ചുകുറുപ്പിനോട് പാർട്ടിയുടെ വലിയ ആൾ പറയുന്നുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്നു. കുഞ്ചുകുറുപ്പ് പറയാം, നിങ്ങൾക്കത് പറയാനുള്ള സമ്മതം ഉണ്ടല്ലേ എന്ന്. അപ്പം അതാണ് മൊത്തത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം അതാണ്.